രാമായണം അയോധ്യാകാന്ഡം ഭാഗം 4. ബോധം വന്നപ്പോൾ മഹാരാജാവ് അത്യധികം അവശനായിരുന്നു. രാമ രാമ എന്ന് വാവിട്ട് കരയുകയായിരുന്നു. ചതിയിൽ അകപ്പെട്ടു പോയ തനിക്കിനി തന്റെ രാമനെ കാണാൻ തന്നെ സാധിക്കാതാവുമോ എന്ന് അദ്ദേഹം ഭയപ്പെടാൻ തുടങ്ങി. വിചാരിക്കാത്ത തരത്തിൽ തനിക്കൊരബദ്ധം പിണഞ്ഞുപോയല്ലോ എന്നോർത്ത് ദശരഥൻ വീണ്ടും അങ്കലാപ്പിലായി. കൈകേയിയാകട്ടെ ഇതൊക്കെയും തന്നെ പറ്റിക്കുവാൻ വേണ്ടി മഹാരാജാവ് കാട്ടിക്കൂട്ടുന്നതാണ് എന്ന തരത്തിൽ പിറുപിറുത്തുകൊണ്ടിരുന്നു. ആ രാത്രി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചുകൊണ്ടേയിരുന്നു. കിഴക്ക് വെള്ള കയറിത്തുടങ്ങി. കൈകേയി അവസാന വാക്കും പറഞ്ഞു. മഹാരാജാവേ, ഇനിയും സമയമധികമില്ല. നേരം പുലരാറായിരിക്കുന്നു. രാമനെ വേഗം വരുത്തിക്കൊള്ളുക. ദശരഥ മഹാരാജാവ് വലിയ സത്യസന്ധനാണെന്നാണല്ലോ പറയാറ്. പിന്നെന്തേ എന്റെ കാര്യത്തിൽ? ഒന്ന് ഞാൻ പറയാം. എന്റെ ആവശ്യം നിറവേറ്റി തന്നാലല്ലാതെ ഞാൻ പിൻവാങ്ങില്ല. ഒടുവിൽ ദശരഥൻ തിരിച്ചറിയാൻ തുടങ്ങി. കൈകേയി ഒന്നുകൊണ്ടും വഴങ്ങുകയില്ല. തനിക്ക് തന്റെ രാമനെ കൈവെടിയുക തന്നെ വേണ്ടിവരും. സീതയുടെ കാര്യം ഇനി എന്താവും? അദ്ദേഹം എങ്ങനെ ഇനി മഹാറാണി കൗസല്യയുടെ മുഖത്ത് നോക്കും? രാമ, ഞാൻ എന്തു മഹാപാപം ചെയ്തു ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ? എന്നിങ്ങനെ ചിന്തിച്ചും കരഞ്ഞും മഹാരാജാവ് നേരം കഴിച്ചുകൂട്ടി. നേരം നന്നേ പുലർന്നു. പട്ടാഭിഷേകത്തിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ഇനി മഹാരാജാവ് വന്ന് ഔപചാരികമായി അനുമതി നൽകുക മാത്രമേ ബാക്കിയുള്ളൂ. കുലഗുരുവായ വസിഷ്ഠമുനി സുമന്ത്രനെ വിളിച്ച് മഹാരാജാവിനോട് വിവരം പറയാൻ നിയോഗിച്ചയച്ചു. സുമന്ത്രൻ കൈകേയി ഗൃഹത്തിലേക്ക് ചെന്നു. പതിവ് പോലെ മുഖം കാണിച്ചുണർത്തിച്ചു. മഹാരാജാവേ, പട്ടാഭിഷേകത്തിനുള്ള മുഹൂർത്തം അടുത്തു. വസിഷ്ഠരും ബന്ധപ്പെട്ട മറ്റു പുരോഹിതന്മാരും അവിടുത്തെയും രാമരാജകുമാരന്റെയും എഴുന്നള്ളത്ത് കാത്തിരിക്കുകയാണ്. മഹാരാജാവ് യാതൊന്നും പറയാതെ പരുങ്ങുന്നത് കണ്ടപ്പോൾ അന്താളിച്ചുപോയ മന്ത്രി കുറച്ചുകൂടി അടുക്കലേക്ക് ചെന്നു നോക്കി. രാജാവിന്റെ മുഖം വിളർത്തിരിക്കുന്നു. സംഗതി അറിയാതെ സംഭ്രാന്തനായി തൊഴുകൈയുമായി മിഴിച്ചു നിൽക്കുന്ന സുമന്ത്രനോട് കൈകേയി ഇങ്ങനെ പറഞ്ഞു. മഹാരാജാവ് എന്തോ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ടാണെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേയില്ല. ഇപ്പോൾ ഒന്ന് മയങ്ങുകയാണ്. പരിഭ്രമിക്കാനൊന്നുമില്ല. മന്ത്രി പോയി രാമനെ ഒന്നിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക. രാമൻ സ്വവസതിയിൽ സീതയുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ സുമന്ത്രൻ പൂമുഖത്തേക്ക് കയറി ചെന്ന് കൈകൂപ്പി തൊഴുതുണർത്തിച്ചു. യുവരാജകുമാര, റാണി കൈകേയി അങ്ങയെ വിളിക്കുന്നുണ്ട്. മഹാരാജാവും അവിടെ തന്നെയുണ്ട്. വേഗം പുറപ്പെട്ടാലും. രാമൻ മന്ത്രി സുമന്ത്രൻ തെളിക്കുന്ന രാജകീയ രഥത്തിൽ പോകുന്നത് കണ്ടപ്പോൾ നഗരപുരവാസികൾ ജയഘോഷം മുഴക്കി. രാമരാജകുമാരൻ നീണാൾ വാഴട്ടെ എന്ന് ആർത്തു വിളിച്ചു. ദശരഥൻ അതികഠിനമായ ദുഃഖം സഹിച്ച് ദയനീയമായ മുഖഭാവത്തിൽ പള്ളിമെത്തയിൽ ഇരിക്കുകയാണ്. രാമൻ കടന്നു ചെന്ന് ഉടനെ അച്ഛന്റെ കാൽക്കൽ നമസ്കരിച്ചു. ചെറിയമ്മയുടെയും കാൽ തൊട്ട് വണങ്ങി. മഹാരാജാവാകട്ടെ കേവലം ഒരു പ്രാവശ്യം രാമന്റെ മുഖത്തേക്ക് നോക്കി. ഉടനെ അപരാധബോധത്താൽ എന്ന പോലെ നോട്ടം പിൻവലിച്ച് എന്തോ പറയുവാൻ തുടങ്ങി. രാമ അപ്പോഴേക്കും സങ്കടം കൊണ്ട് ഇടറിപ്പോയി. ബാക്കിയൊന്നും പറയുവാൻ സാധിക്കാതെ ധാരധാരയായി കണ്ണീരൊഴുകുക മാത്രം ചെയ്തുകൊണ്ടിരുന്നു. പാവം രാമൻ. അദ്ദേഹം വല്ലാതെ വിഷമത്തിലായിപ്പോയി. വിഷയം മറ്റൊന്നുമല്ല. അച്ഛനിതെന്തുപറ്റി? ഇന്നലെ പോലും അച്ഛൻ എത്ര ഉന്മേഷവാനായിരുന്നു. ഇത്ര പരവശനും അസാധാരണ സ്വഭാവവുമായി താൻ ഇന്നേ വരെ അച്ഛനെ കണ്ടിട്ടില്ല. ഇനി തന്റെ വല്ല പാകപ്പിഴയും സംഭവിച്ചിരിക്കുമോ? അതുകൊണ്ടായിരിക്കുമോ തന്നോട് സംസാരിക്കാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? രാമൻ വല്ലാത്ത വേദനയോടെ കൈകേയിയോട് അന്വേഷിച്ചു. അറിയാതെ ഞാൻ വല്ല അപരാധവും ചെയ്തിട്ടുണ്ടോ ചെറിയമ്മേ? അച്ഛൻ എന്താണ് എന്നോട് മിണ്ടാത്തത്? ഞാൻ വരുമ്പോൾ അച്ഛൻ എത്ര സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയാണ് എന്നോട് സംസാരിക്കാറുള്ളത്. ഇന്ന് എന്തുപറ്റി അച്ഛൻ ഇത്ര ദുഃഖിതനാവാൻ? വല്ല അനിഷ്ട സംഭവങ്ങളും ഉണ്ടായോ? കൈകേയി പറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും രാമ, ചില കാര്യങ്ങളെപ്പറ്റി ഓർത്ത് നിന്റെ അച്ഛൻ വല്ലാത്ത വിഷമത്തിലായിരിക്കുന്നു. പ്രധാനമായി നിന്നെ സംബന്ധിച്ച കാര്യമാകിയാൽ നീ വിചാരിച്ചാൽ മാത്രമേ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് അച്ഛനെ രക്ഷിക്കാൻ സാധിക്കൂ. നേരിട്ട് നിന്നോട് അത് പറയാൻ അച്ഛനൊരു ബുദ്ധിമുട്ട്. നോക്കൂ രാമ, കാര്യം എന്തു തന്നെയാവട്ടെ, വയസ്സായ നിന്റെ അച്ഛനെ ഓർത്ത് നീ അത് സാധിപ്പിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ മഹാപാപമായി പോകും. കാര്യം എന്താണെന്ന് നിന്നോട് പറഞ്ഞാൽ പോരെ? അച്ഛൻ എന്താവശ്യപ്പെട്ടാലും ഞാനത് നടത്തി കൊടുക്കുകയില്ലേ? തീയിൽ ചാടാനായാൽ പോലും സന്തോഷത്തോടെ അനുസരിക്കുന്നവനാണ് രാമൻ. പിന്നെ എന്തിനെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? പറയൂ ചെറിയമ്മേ. എന്റെ അച്ഛനെ ഇത്തരം ബുദ്ധിമുട്ടിലെത്തിച്ച ആ കാര്യം എന്താണെന്ന് പറഞ്ഞാലും. താൻ സംശയിച്ച പോലെ തന്റെ കാര്യസാധ്യത്തിന് രാമനിൽ നിന്ന് വലിയ എതിർപ്പൊന്നും ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കി കൈകേയി പറയാൻ തുടങ്ങി. കേട്ടോളൂ രാമ, വർഷങ്ങൾക്ക് മുൻപ് നിന്റെ അച്ഛൻ എനിക്ക് 2 വരം തരാമെന്ന് പറഞ്ഞിരുന്നു. ആ 2 വരങ്ങളുടെ പേരിൽ ഞാൻ ഇന്നലെ എനിക്ക് 2 കാര്യങ്ങൾ സാധിപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു.
തരാമല്ലോ എന്ന് രാജാവ് ദൈവം സാക്ഷിയാക്കി നിന്റെ പേരിൽ സത്യം ചെയ്യുകയും ചെയ്തു. രാമൻ അക്ഷമനായി. അച്ഛനെ ഇത്രയധികം ബുദ്ധിമുട്ടിച്ച ആ കാര്യങ്ങൾ എന്താണെന്ന് ഇനിയും പറഞ്ഞില്ലല്ലോ. പറയാം രാമ, പറയാം. ഒന്നാമത്തേത്, മഹാരാജാവ് ഇന്ന് നിന്നെ സന്യസിപ്പിച്ച് 14 കൊല്ലത്തേക്ക് വനവാസത്തിനയക്കണം. രണ്ടാമത്തേത്, ഭരതനെ യുവരാജാവായി അഭിഷേകം ചെയ്യിച്ച് നാടുവാഴിക്കണം. രാമ, അധികാരത്തിന് മോഹിക്കരുത് കേട്ടോ മോനെ. നീ അങ്ങനെ ചെയ്താൽ അച്ഛൻ്റെ പ്രതിജ്ഞ ലംഘിക്കപ്പെടും. അത് മഹാപാപവുമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ. അച്ഛന് നരകവും ലഭിക്കൂ. നോക്കൂ രാമ, വയസ്സുകാലത്ത് അച്ഛനെ കൊണ്ട് ഈ വകയൊന്നും പറയിക്കേണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ തന്നെ പറയുന്നത്. എപ്പോഴും പറയുന്നത് പോലെ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഭാഗ്യഭാഗമായിട്ട് വേഗം വരാം.